സാഹിത്യത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ, നൊബേൽ പുരസ്കാരം കിട്ടിയ ലാസ്ലോ ക്രാസ്നഹോർക്കെ നേരിട്ട് മീറ്റ് ചെയ്ത ഒരു പിൽഗ്രിമേജ് പോലെ ലോറേറ്റ്സിനെ മീറ്റ് ചെയ്യുന്ന മുഹമ്മദ് അഷ്റഫ് ജി നമ്മളിവിടെ. നമ്മുടെ ചാനലിൽ തന്നെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ബയോഗ്രഫീസും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിയ ഡോക്ടർ ദീപു ജോർജ് ഉണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക്. ഇറ്റ്സ് എ ഗിഫ്റ്റഡ് മൊമെന്റ് മീഡിയ മാധ്യമത്തെ സമയത്തോളം. സോ വെൽക്കം അഷ്റഫ് ജി, ഡോക്ടർ ദീപു ജോർജ്. താങ്ക് യു. അപ്പോൾ നേരിട്ട് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അസംഭവ്യമായ ഒരു കാര്യമാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറയാം. അപ്പോ അത്തരം വിശേഷങ്ങളും, രണ്ടുപേരും അസാധ്യ വായനക്കാരാണ്. അപ്പോ കുറെ വായനയുടെ കാര്യങ്ങളും, പിന്നെ മലയാളി സമൂഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്ലോ ക്രാസ്നഹോർക്കയുടെ ഏറ്റവും, കാരണം മലയാളി പ്രത്യേകിച്ച് IFFK പോലെയുള്ള ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് ബലാത്താറിന്റെ 4 സിനിമകൾക്ക് കോ സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആളാന്നുള്ളത് കൂടി വലിയൊരു സംഭവമാണ്. ഞാന് നാളെ പ്രണത ബുക്സില് നോബൽ ലോറേറ്റ് ആയിട്ടുള്ള ലാസ്ലോ ക്രാസ്നഹോർക്കയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന ഒരാളാണ്. അപ്പൊ ഞാന് എന്റെ അടുത്ത് അപ്പൊ നാളെ അവിടെ ഒരു പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞ് ഷാജിയേട്ടൻ എന്നോട് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഐ വാസ് ടേക്കൺ അബാക്ക്. കാരണം ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഓത്തർ അല്ല. ഇപ്പൊ യൂഷ്വലി നമ്മള് കഴിഞ്ഞ വർഷം ഹാൻകാങ്ങിനും അതിനു മുമ്പ് അബ്ദുൾ റസാഖ് ഗുർണയ്ക്കും ആനി എർണോയ്ക്കും ഒക്കെ കിട്ടിയപ്പോ ഞാൻ ഇൻവേരിയബിളി ഐ ട്രൈ ആൻഡ് റീഡ് അറ്റ്ലീസ്റ്റ് 1 ബുക്ക് ഓഫ് എ നോബൽ ലോറേറ്റ്. ഒരു വായനക്കാരൻ അവര് സൃഷ്ടിക്കുന്ന ഒരു പ്രപഞ്ചം, വായനയുടെ ഒരു ലോകം അറിയുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്ന ആളാണ് ഞാൻ. എല്ലാം ഒന്നും വായിക്കാൻ എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഞാൻ ഒരെണ്ണമെങ്കിലും ഒന്ന് തപ്പിപ്പിടിച്ച് വായിക്കും. ഹാൻകാങ് ഞാൻ 4-5 ബുക്സ് വായിച്ചിട്ടുണ്ട്, ഗുർണയുടെ 2 ബുക്ക് വായിച്ചിട്ടുണ്ട്, എർണോയുടെ 2 ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഐ ട്രൈ ടു ആക്സസ് ദാറ്റ്. പക്ഷെ ഞാൻ ഷാജിയേട്ടൻ പറഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന്റെ ബുക്ക് കിട്ടില്ല എന്നുള്ളൊരവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ 2 ദിവസം ഞാൻ കൊച്ചിയിൽ ഒരുവിധം അറിയപ്പെടുന്ന പുസ്തകങ്ങളുടെ ശേഖരങ്ങളിലും പുസ്തക പ്രസാധകരിലും ഒക്കെ ചോദിച്ചപ്പോഴും ഇത് അവൈലബിൾ അല്ല. അപ്പോഴാണ് എൻ്റെ അടുത്ത സുഹൃത്തായ മാതൃഭൂമിയിലെ ജോർജ് എന്നോട് പറഞ്ഞത്, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു അനുഭവക്കുറിപ്പ് അഷ്റഫ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ ആദ്യം അസൂയാണ് തോന്നിയത്. കാരണം ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഒരു മനുഷ്യരെ അടുത്ത് കാണുകയും അദ്ദേഹമായിട്ട് ഇടപഴകുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അത് നിമിത്തമായിരിക്കാം ദാറ്റ് യു മൈറ്റ് നോട്ട് ഹാവ് തോട്ട് ദാറ്റ് ഹി വിൽ വിൻ എ നോബൽ സം ഡേ. പക്ഷെ എങ്ങനെ അദ്ദേഹത്തിലേക്ക് എത്തി, അദ്ദേഹത്തിന്റെ ബുക്കുകളിലേക്ക് എങ്ങനെ എത്തി, അതാണ് എനിക്ക് അഷ്റഫിന്റെ ആദ്യം അറിയേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടർ, വളരെ സന്തോഷം ഡോക്ടറോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. 2023 ഞാൻ സാത്താൻടാങ്കോ ആമസോൺ വഴി ഇവിടെ UAE നിന്ന് ഞാൻ വരുത്തിക്കുന്നത്. അതിന് അത് വരുത്തിക്കാനുള്ള കാരണം വെച്ചാല് ഞാനൊരു ഹംഗേറിയൻ യാത്ര 2014 പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്ലോയെ കുറിച്ച് ഇതിനു മുമ്പ് കുറച്ച് ചെറുതായിട്ട് അറിയാന്നുള്ള, ലാസ്ലോയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പൊ ഞാനൊരു ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ബുക്ക് സാത്താൻടാങ്കോ ആണ്. അപ്പൊ ഞാൻ ആമസോൺ വഴി ആ ബുക്ക് ഓർഡർ ചെയ്തു. 2023 ഡിസംബറിലിട്ട് ഞാൻ അത് ഓർഡർ ചെയ്തു. സാത്താൻടാങ്കോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് കൃതികൾ വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സമയമെടുത്ത് ചെയ്യണം. എനിക്ക് അത്ര ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഒരാളല്ല. അപ്പൊ ഞാനത് ട്രാൻസ്ലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി. ഈ പുസ്തകം കൈ കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതൊരു ദുർഘടമായിട്ടുള്ളൊരു വല്ലാതൊരു എന്താ പറയാ ഒരു വായനയാണ് എനിക്ക് സമ്മാനിച്ചത്. കാരണം ഇതിന്റെ 2023 ഞാൻ ഇങ്ങനെ ഓരോ പതുക്കെ വായിച്ച് ഞാൻ 2024 പകുതി ആകുമ്പോഴും എനിക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ജോലി തിരക്കും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ മലയാള വായനകൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 2024 ജൂണിൽ ഞാൻ ഹംഗറിയിൽ പോകുന്നത്. 2024 ജൂണിലാണ് ഹംഗറിയിൽ പോകുന്നത്. ആ സമയത്ത് ഞാൻ നമ്മൾ ഹംഗേറിയൻ കാഴ്ചകളൊക്കെ കണ്ട്, സാധാരണ ടൂറിസ്റ്റ് എന്നുള്ളതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ അപ്പോഴൊന്നും എന്റെ മനസ്സിൽ ഇയാളെ പോയി കാണണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അവിടുത്തെ നമ്മൾ സാധാരണ ഒരു സാഹിത്യകൃതിയിലൂടെയാണല്ലോ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ദേശപ്പൊലിമയും മറ്റു കാര്യങ്ങളും അവിടുത്തെ ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ സാത്താൻടാങ്കോയെ ഞാൻ എടുത്തത്. പക്ഷെ ഇത് ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞാനത് പൂർണ്ണമായിട്ടും വായിച്ചില്ല. ഒരു 3/4 ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബുക്ക് ഞാൻ കയ്യിലെടുത്തു. ബാക്കി എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ വായിക്കാൻ പറ്റുമെന്നല്ല, പക്ഷെ എനിക്ക് ഒട്ടും യാത്രയിൽ വായിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ജൂണിൽ ഞാൻ അവിടെ എത്തി. ബുഡാപെസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട്, എല്ലാ കാഴ്ചകളും ടൂറിസ്റ്റ് പ്രയത്നങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ പൊതുവെ പോവാറുള്ളത് ഈ ബുക്ക് ഷോപ്പുകളിലാണ്, പുസ്തകശാലകളിലൊക്കെ കറങ്ങും. പിന്നെ മെഡിക്കൽ ഷോപ്പ്, എന്റെ ജോലി ഫാർമസി ആയതുകൊണ്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിലൊന്ന് കറങ്ങും.
പിന്നെ പ്രധാനമായിട്ട് ചന്തകളിൽ പോവും, മാർക്കറ്റുകളിൽ പോവും, നാടൻ മാർക്കറ്റുകളിൽ പോവും. ഇങ്ങനെയൊക്കെയാണ് എന്റെ പതിവ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പ്രധാന പുസ്തകശാലയിൽ ഒരു പ്രധാന ബുഡാപെസ്റ്റിൽ സിറ്റിയിൽ തന്നെയുള്ള ഒരു പ്രധാന പുസ്തക ഷോപ്പിൽ പോയപ്പോൾ ഞാനിങ്ങനെ ലാസ്ലോയുടെ ഇംഗ്ലീഷ് വിവർത്തന കൃതികളെ കുറിച്ച് ചോദിച്ചു കിട്ടാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവര് ഇല്ല എന്ന് എന്നോട് പറഞ്ഞു, ഒന്നുമില്ല. വേറെ പുസ്തകം സാത്താൻടാങ്കോ പോലും അവിടെ ഇല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ല. എല്ലാ ഹംഗേറിയൻ ഭാഷകളിലുള്ള എല്ലാ ലാസ്ലോയുടെ പുസ്തകങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഈ പുസ്തക ജീവനക്കാരനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്താണ് ഇത് ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ബുക്കർ പ്രൈസ് നേടിയ ഒരു എഴുത്തുകാരനായിട്ട് നിങ്ങൾ എന്താ ട്രാൻസ്ലേഷൻ വെക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ റിക്വയർമെന്റ് ഇവിടെ വരുന്നിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിങ്ങൾ വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എവിടുന്നാന്നൊക്കെ എന്നോട് ഇയാൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോ നിങ്ങൾ ലാസ്ലോയുടെ കൃതി വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇത് വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്ലോ ഇവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു, ഈ ശാലയിൽ വരാറുണ്ട്. അപ്പോ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ടും ഞാൻ ഈ ജീവനക്കാരനോട് ചോദിച്ചു എനിക്ക് അയാളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എന്താ അത് കാണാനൊക്കെ പറ്റും, പക്ഷെ ഇവിടെ എല്ലാം കുറച്ച് ദൂരെയാണ്, അയാളൊരു മലയോര പ്രദേശത്താണ് താമസിക്കുന്നത്. രാവിലെ പോയാൽ ചിലപ്പം വീട്ടിലുണ്ടാവും, വൈകുന്നേരം ആണെങ്കിൽ ചിലപ്പോൾ കഫേയിൽ ഉണ്ടാവും എന്നാണ്. അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ നെക്സ്റ്റ് ഡേയിൽ തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഞാൻ ഈ പ്രദേശത്തിന്റെ സ്ഥലപ്പേര് മാത്രമേ വാങ്ങിയതുള്ളൂ, ബാക്കി അയാൾക്കും കൂടുതൽ അറിയില്ല. അങ്ങനെ ഞാൻ ബുഡാപെസ്റ്റിൽ നിന്നും മെട്രോ പിടിച്ച് മെട്രോ വഴി അവിടുത്തെ അർബൻ റെയിൽവേ കയറി അർബൻ റെയിൽവേ ഒരു പ്രധാന ഇതിന്റെ ലാസ്റ്റില് ഈ അർബൻ റെയിൽവേ അതുവരെ പോകുന്നുള്ളൂ. അവിടുന്ന് പിന്നെ ഒരു ബസ് കയറി പിന്നെ ഈ മലയോര പ്രദേശമായിട്ടുള്ള പിസലാൻസിലോ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമപ്രദേശത്തിലേക്കാണ് ഞാൻ പോയത്. അത് നമ്മളെ നാട്ടിലുള്ള ഏകദേശം ഒരു മൂന്നാറൊക്കെ പോലുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ മല കയറി അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തിയപ്പോ ഈ ബസ് ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ എത്തിയപ്പോ അവിടെ ഒരു വിജനമായ ഒരു ഗ്രാമം, ഒരു ആളുമില്ല, ഒന്നുമില്ല. ഒരു കഫേ ഷോപ്പും ഒരു ഗ്രോസറി ഷോപ്പും മാത്രമേ അവിടെ ഉള്ളൂ. ഒരു മുനിസിപ്പൽ ഷോപ്പ്, ഒരു ഓഫീസ് പോലെ ഒരു ചെറിയ ഒരു ഇതും അവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു 4 കൂടി ഒരു കവലയാണത്. അവിടെയാണ് ലാസ്റ്റ് ബസ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ അവിടെ ഇതിന്റെ ഓഫീസ് ജീവനക്കാരായിട്ടുള്ള 2 ആളുകൾ അവിടെ പുറത്തിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയി കണ്ട് ഇങ്ങനെ ജസ്റ്റ് ലാസ്ലോയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. ഞാൻ ലാസ്ലോയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അയാൾ ഒരാൾ പെട്ടെന്ന് അയാളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹംഗേറിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഈ ഹംഗേറിയിൽ പറഞ്ഞതിന് ശേഷം പുള്ളി വേഗം മുനിസിപ്പൽ ഓഫീസിൽ പോയി ഡ്രസ്സ് മാറിക്കാണ്ട് എന്നെയും കൂട്ടി പിടിച്ചുകാണ്ട് നേരെ ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഹാഫ് ആൻ അവർ നടത്തുന്നുണ്ട് ഈ വീട്ടിലേക്ക് എത്താനുള്ളത്. അങ്ങനെയാണ് ഈ ഏകദേശം അരമണിക്കൂർ നടന്നതിന് ശേഷം ഇയാള് രാവിലെ ഒരു 10 മണിക്കാണ് ഞാൻ അവിടെ എത്തിക്കണേ. അവിടുന്ന് പിന്നെ ഡോറിന് ബെല്ലടിച്ചപ്പോ കുറച്ചു നേരം ബെല്ലടിച്ച് ഇവര് തമ്മിൽ ഹംഗേറിയിൽ എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം ലാസ്ലോ ഗേറ്റ് തുറന്നത്. അവിടുന്ന് അതാണ് എന്റെ ഫസ്റ്റ് ദർശനം. അപ്പൊ തന്നെ ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വളരെ കുറെ നേരത്തേക്ക് സൈലന്റ് ആയി പോയി. അതെനിക്കൊരു അപ്പൊ ആ സമയത്ത് ശ്രദ്ധ ചെയ്ത് പോയതാണ്. കുറെ നേരത്തേക്ക് എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടിയില്ല. പിന്നെ അതാണ് എന്റെ ഈ തേടി പോവാനുള്ളൊരു അവിടേക്ക് എത്തിയത് ഇങ്ങനെ കേട്ടോ. ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പം ഞാൻ പാരീസ് ഇന്റർവ്യൂ, ഗാർഡിയൻ ഇങ്ങനെയുള്ള പല ഓൺലൈൻ സൈറ്റുകൾ വഴിയാണ് അഷ്റഫ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നത്. സുഹൃത്തുക്കള് എന്നെ സുധീർ ഏട്ടൻ, ജോർജി, പിന്നെ നമ്മുടെ മാതൃഭൂമിയില് ഉള്ള വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ പലരും വഴി എനിക്ക് കുറച്ച് ആർട്ടിക്കിൾസ് കിട്ടി. അതിനോടൊപ്പം തന്നെ മനോരമയില് ഈ സൺഡേ അല്ല, അദ്ദേഹത്തിന് നോബൽ കിട്ടിയ ദിവസം ഡോക്ടർ സുജ മാത്യു, അവര് കുട്ടനിലൂര് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയാണ്. അവര് ലാസ്ലോയുടെ വർക്കുകളെ കുറിച്ചാണ് PhD ചെയ്തിരിക്കുന്നത്. അപ്പോ അവരുടെ PhD തന്നെ ലാസ്ലോയുടെ വർക്കുകളെ കുറിച്ചാണ്. അപ്പം അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവര് ലാസ്ലോയുടെ ഒരു വെബ്സൈറ്റ് എനിക്ക് തന്നു. അതിൽ നിന്ന് കുറച്ച് വായിക്കാൻ എനിക്കും സാധിച്ചിട്ടുള്ളൂ. അപ്പോ ഞാന് അത് വായിച്ച സമയത്തും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഉണ്ട്. എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് അദ്ദേഹം നോബൽ സ്വീകരിക്കുന്ന സമയത്തെ ടെലിഫോൺ കോൺവെർസേഷനാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ ജെന്റിൽ സെയിന്റ് എന്നാണ് ഗാർഡിയൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. നീണ്ട വെളുത്ത മുടി, വെള്ളാരങ്കല്ല് പോലത്തെ കണ്ണ്, പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിഡിൽ യൂറോപ്യൻ മിക്സ്ഡ് വിത്ത് അമേരിക്കൻ ആക്സെന്റിലുള്ള ഇംഗ്ലീഷ്. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഹംഗറിയിൽ പോകുന്നത് എനിക്ക് തോന്നുന്നത്
8 വർഷം മുമ്പോ മറ്റോ ആണ് ഞാനും വൈഫും കൂടി ഹംഗറി പോകുന്നത്. അന്ന് ഞാനും ഈ ബുഡാപെസ്റ്റ്, നമ്മുടെ ചെസ്റ്റി കുംബ്ലോ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ എന്റെ ഓർമ്മയിലും ഇംഗ്ലീഷ് അത്ര ഒരു ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് അന്ന് തോന്നിയിട്ടില്ല. പല ഭാഗത്തും അവര് ദേ ആർ വെരി കറക്റ്റ്. പ്രൗഡ് ഓഫ് ദ ഹംഗേറിയൻ ലാംഗ്വേജ് അല്ലേ? അപ്പൊ അഷ്റഫ് യെസ്, എങ്ങനെയാണ് എക്സാക്ട്ലി. പിന്നെ അദ്ദേഹമായിട്ട് കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്തത്? ലാസ്ലോക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അത്യാവശ്യം ആ അറിയുന്ന ഒരാളാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് എന്റെ അത്ര ഫ്ലുവന്റ് ഒരു ഇംഗ്ലീഷ് അല്ല. ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം, അധികം നേരം ഇന്ന് സംസാരിച്ചു. ഞാനൊരു വലിയൊരു എഴുത്തുകാരനല്ലേ, കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത്, കണ്ടു പോവുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇരുന്ന് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു. പുള്ളി ഭയങ്കര, എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര പ്ലീസിങ് പേഴ്സണാലിറ്റിയാണ്. നമുക്ക് വളരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അയാൾ. അത് അയാളുടെ ഒരു ഭയങ്കര ഒരു ഇതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സൈൻഡ് ഒരു മിഷിയോ ആ ഒരു ഇതിൽ നമുക്ക് അനുഭവപ്പെടും. അത് ഈ ക്യാരക്ടറിലും അങ്ങനെ തന്നെയാണ്. ഈ ഇറമിയാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു രൂപഭാവമാണ്. ഞാൻ ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഹംഗേറിയൻ ലാംഗ്വേജിലുള്ള പ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നോബൽ കിട്ടിയത് ഹംഗേറിയൻ ലാംഗ്വേജിനാണല്ലോ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അഷ്റഫ് പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ബുഡാപെസ്റ്റിൽ പോലും ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാൻ ബുക്കർ പ്രൈസ് കിട്ടാനും അത്രയും വൈകിയല്ലോ. അദ്ദേഹം എഴുതി തുടങ്ങിയത് 1980 മുമ്പ് തന്നെ ഈ സെക്കൻഡ് പരിഭാഷകൾ ഉണ്ടെങ്കിലും അത് കയ്യെഴുത്ത് പ്രതിയായിട്ടും മറ്റുമൊക്കെയാണ് സർക്കുലേഷനിൽ ഉണ്ടായിരുന്നതെന്നും ഈ അന്നത്തെ സീക്രട്ട് പോലീസുകാര് ഇതെല്ലാം ഓഡിറ്റ് ചെയ്ത് 5000 പ്രിന്റ് കൊടുക്കാവുള്ളൂ എന്നും മറ്റുമൊക്കെയുള്ള വാർത്തകളുണ്ട്, പത്രത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ കാലത്ത് ഇത് ഇംഗ്ലീഷിലേക്കൊക്കെ തർജ്ജിമ ചെയ്യുന്നതിന് മുമ്പ് ഹംഗേറിയൻ ഭാഷയിൽ ഇതിനൊരു 5000 കയ്യെഴുത്ത് പ്രതികളെ പാടുള്ളൂ, അഥവാ പബ്ലിഷ്ഡ് വർക്കുകളെ പാടുള്ളൂ എന്നൊക്കെ നിബന്ധനകൾ വെച്ചിട്ടും അത് വളരെ അതിന്റെ കൾട്ട് വാല്യൂ കൊണ്ട് തന്നെ അത് കാര്യമായ പബ്ലിസിറ്റി നേടി. അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്ന കാര്യം, ഇന്നലെ ആക്ച്വലി അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ അദ്ദേഹം ഓർബൻ എന്ന പ്രൈം മിനിസ്റ്ററിനോട് നന്ദി പറയുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററോട് അദ്ദേഹം പറയുന്നത് താങ്ക് യു ഫോർ കൺഗ്രാറ്റുലേറ്റിംഗ് മീ എന്നിട്ട് അദ്ദേഹത്തിനെ ടാഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ബട്ട് ഐ സ്റ്റിൽ കനോട്ട് സ്റ്റാൻഡ് യുവർ പൊളിറ്റിക്സ് ഓർ യുവർ വ്യൂസ് ആൻഡ് ഐ കണ്ടിന്യൂ ടു ബി എ ഫ്രീ റൈറ്റർ. അതായത് നിങ്ങളുടെ പൊളിറ്റിക്സിനോടോ നിങ്ങളുടെ സിദ്ധാന്തങ്ങളോടോ എനിക്ക് ഇപ്പോഴും യോജിക്കാൻ പറ്റില്ല. ഐ കണ്ടിന്യൂ ടു ബി എ ഫ്രീ റൈറ്റർ. കാരണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഹംഗറിയിലല്ല താമസിക്കുന്നത്. അദ്ദേഹം കൂടുതലും ബെർലിനിലും മറ്റുമാണ് മാറി മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അഷ്റഫ് അത് നോട്ട് ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത്? ഇല്ല, അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോഴാണ് പത്രങ്ങളിൽ നിന്ന് വായിച്ചതാണ് കേട്ടോ അഷ്റഫ്. എനിക്ക് വായിച്ചതാണ്. നേരിട്ടുള്ള പരിചയമല്ല. അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ന്യൂസുകളാണ് ഇതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഇതില് ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭൗതിക ജീവിതത്തിന്റെ ഒക്കെ ഒരു കെട്ടുപാടിൽ നിന്നൊക്കെ വളരെ മാറി നിന്നുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിക്കുകയും വീക്ഷണങ്ങളും പിന്നെ വളരെ ഇതിലുള്ളൊരു വ്യക്തിത്വമാണ് അയാള്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൂടെ അവിടെ കൊണ്ടാക്കിയ വ്യക്തി എന്നോട് പറഞ്ഞത്, അയാൾ ഹംഗേറിയൻ ഭാഷയിലാണ് അയാൾ പറഞ്ഞതെങ്കിൽ കൂടിയിട്ട് എനിക്കത് മനസ്സിലായി. വളരെ ഒരു ഇതായിട്ട്, കാരണം അവിടുത്തെ ആളുകളുമായിട്ട് പോലും അത്ര ഒരു ഇടപഴകി ജീവിക്കുന്ന ഒരാളല്ല. എല്ലാം ഉൾവലിഞ്ഞുകൊണ്ട് ഒരു ധ്യാനാത്മകമായിട്ട് ഒരു കുന്നിന്റെ മേലെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അത് ഒരു പ്രത്യേക ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ലാസ്ലോ. അല്ല, അത് ആക്ച്വലി പാരീസ് ഇന്റർവ്യൂ ഞാൻ അഷഫുമായിട്ടും ഷെയർ ചെയ്യാം. പാരീസ് ഇന്റർവ്യൂവിൽ അദ്ദേഹം ജീവിച്ച സ്ഥലങ്ങൾ, അദ്ദേഹം ജീവിച്ച റോളുകൾ, അദ്ദേഹം ചെയ്ത ജോലികൾ, സത്യം പറഞ്ഞാൽ നമ്മൾ മഹാനായ എഴുത്തുകാരെ എല്ലാം ആലോചിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതം പല രീതിയിൽ ജീവിച്ച് കണ്ട് തന്നെയാണ് അവരുടെ എഴുത്തിന്റെ ഊറ നിറച്ചിരിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ബഷീർ തന്നെ എത്രയോ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ പോയതിനു ശേഷമാണ് അദ്ദേഹം എഴുത്തുകാരനായി പ്രശോഭിച്ചത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ലാസ്ലോ പല ജോലികൾ ചെയ്തിട്ടുണ്ട്, വളരെ മീനിയൽ ആയിട്ടുള്ള ജോലികൾ. 300 പശുക്കൾക്ക് കാവല് നിൽക്കുന്ന ഒരു ജോലി, ഒറ്റയ്ക്ക് ഒരു 3-4 ഗ്രാമങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് സെന്റർ നടത്തുക. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ച റോളുകൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഈ തിരക്കിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം
എങ്ങനെ ഒറ്റയ്ക്ക് വായിക്കാൻ സമയം കണ്ടുപിടിക്കാം എന്ന് പുള്ളി സ്പെഷ്യലൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. എന്നാൽ സാധാരണക്കാരനായ മനുഷ്യരെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതിയതെന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ 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 അത് ലാസ്ലോ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ 1985 തോന്നുന്നു സാത്താൻ ടാങ്കോ അതെ അതെ ഹംഗേറിയൻ ഭാഷയിൽ വരുന്നത്. പിന്നെ 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലീഷ് പരിഭാഷ വരുന്നത്. ഉം. അതിനുശേഷം അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ബുക്കർ പ്രൈസ് നേടുകയും ചെയ്തു അത് ആകൃതി. ഉവ്വ. ഉം. പിന്നെ അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് ആൾക്ക് നോബൽ പ്രൈസും കിട്ടി. അതെ 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 അതാണ് അതിന്റെ ഒരു വലിയ വസ്തു. അത് സത്യത്തില് എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ കൃതി മാത്രം മതി അയാൾക്ക്. അല്ല, അത് വേറെ അദ്ദേഹം പറയുന്നുണ്ട്. അഷ്റഫ് ശ്രദ്ധിച്ചോന്നറിയില്ല, അദ്ദേഹത്തിന്റെ ഇതിന് ശേഷമുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഒരു പുസ്തകം എഴുതാനേ താല്പര്യമുള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 4 പുസ്തകങ്ങളും ഒറ്റ കൃതിയായിട്ടാണ് അയാൾ കരുതുന്നത്. അദ്ദേഹം പറയായിരുന്നു, correct. ഞാന് ഇൻ എ ലോങ് ലൈൻ ഓഫ് റൈറ്റേഴ്സ് ഞാനൊരു റൈറ്റർ ആകാൻ യോഗ്യനാണോ എന്നാണ് അയാൾ ആദ്യം ചിന്തിച്ചത്. റൈറ്റർ ആണെങ്കിൽ പോലും എനിക്ക് ഒറ്റ പുസ്തകം എഴുതാനുള്ള സ്റ്റഫേ എന്റെ തലയിലുള്ളൂ എന്ന് എളിമയോടെ ഇപ്പോഴും അയാൾ പറയുന്നു. ഏത് നോബൽ നേടിക്കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ഒരു പുസ്തകത്തിനുള്ള സ്റ്റഫേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ 17ാമത്തെ വയസ്സ് വരെ മ്യൂസീഷ്യനായിട്ട് പബ്ലിക് ഇതൊക്കെ ചെയ്തിരുന്നതാണ്, പെർഫോമൻസ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾ പറയായിരുന്നു, അയാളുടെ മെമ്മറി ഭയങ്കര ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അയാൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ പിന്നെ വാക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. അപ്പൊ പലരും ഈ അഷ്റഫ് പറഞ്ഞ പോലെ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നല്ല വായനക്കാരായ പലരും എന്നോട് പറഞ്ഞു. അവര് എല്ലാം പറയുന്നത്, എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഹോസെ സരമാവോയുടെ ഒരു റൈറ്റിംഗ് ശൈലിയാണ്. സരമാവോ ഇതുപോലെ ഞാൻ ഓർക്കുന്നു, ഞാൻ കോവിഡിന്റെ സമയത്താണ്, ഇപ്പൊ അഷ്റഫ് പറഞ്ഞല്ലോ, നമ്മൾ പേഴ്സണലി ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ആവും എന്ന് പറഞ്ഞ പോലെ വായിക്കാൻ എടുത്ത സമയം സേറ്റൻ ടാങ്കോടെ പറഞ്ഞുവല്ലോ. ഞാൻ കോവിഡിന്റെ സമയത്താണ് ബ്ലൈൻഡ്നെസ് വായിക്കാനായിട്ട് സരമാവോയുടെ എടുക്കുന്നത്. അപ്പൊ ബ്ലൈൻഡ്നെസ്സിൽ ഇതുപോലെ തന്നെയാണ്, ഒരു സൈഡിൽ നിന്ന് ഒരു വാചകം തുടങ്ങി കഴിഞ്ഞാൽ സരമാവോ ഇങ്ങനെ എഴുതി 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 ചിലപ്പോൾ 2-3 പേജൊക്കെ കഴിയുമ്പോഴായിരിക്കും ആ ഒരു ലൈൻ തീരുന്നത്. അപ്പോ എനിക്ക് ആദ്യം തോന്നിയത്, ശരിയാണ്, ഇവര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ, ഈ തരം സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജിൽ സരമാവോയും ക്രാഷ്നഹോർക്കയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ഞാൻ ക്രാഷ്നഹോർക്കയെ വായിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ പ്രൈമ ഫേസി വായിച്ച ആൾക്കാർ പറയുന്ന അനുഭവങ്ങൾ പറയുന്നത് അതാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ അഷ്റഫിന്? തോന്നിയിട്ടുണ്ടോ? അത്ര അത് എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ എനിക്ക് കൂടുതൽ തോന്നിക്കുന്നത് ഫ്രാൻസിസ് കാഫ്കയുമായിട്ടുള്ള ഒരു ഇതാണ് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി ദീർഘമായിട്ടുള്ള വാക്യങ്ങള്, ദുർഘടമായിട്ടുള്ള രീതികള്, ആഖ്യാന ശൈലി, ഭാഷയുടെ ശൈലി, പിന്നെ അതുപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള അസ്തിത്വവാദങ്ങൾ, ഇതൊക്കെ ഈ ഫ്രാൻസിസ് കാഫയുടെ ഒരു രീതിയുമായിട്ട് ഇതുണ്ട്. അത് പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരൻ ഫ്രാൻസിസ് കാഫയാണെന്ന് പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ആള് എന്നോട് ആ കാര്യം സംസാരിച്ചപ്പോഴേ എന്നോട് പറഞ്ഞത്, എന്നോട് പുള്ളി വ്യക്തിപരമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാല്, നീ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നീ ഫ്രാൻസ് കാഫയുടെ കുടീരത്തിൽ പോകണം എന്ന് എന്നോട് പറഞ്ഞു, പ്രാഗില്. എന്നോട് പ്രത്യേക റിക്വസ്റ്റ് ചെയ്തതാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കഴിഞ്ഞ വർഷം ഞാൻ നിക്കോൺ കസാസാക്കിസിന്റെ കുടീരത്തിൽ പോയിണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ആരടുത്ത് പോയിട്ടില്ലെങ്കിൽ നീ ഫ്രാൻസ് കാഫയുടെ അടുത്ത് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കൂടുതൽ സ്വാധീനിച്ചത് ഫ്രാൻസ് കാഫ ആണോ എന്ന് എനിക്ക് തോന്നുന്നത്. കാഫ്കയാണ് ഓപ്പൺ ആയിട്ട് ലാസ്ലോ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയത്, കാഫ്ക എപ്പോഴും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നാ പറയാം. അദ്ദേഹം പോക്കറ്റിൽ കൊണ്ടു നടന്നിരുന്നു കാഫ്കയുടെ വർക്കുകൾ. കാരണം കാഫ്കയുടെ വർക്കുകൾ 12ാമത്തെ വയസ്സിലാണ് ലാസ്ലോ ആദ്യം വായിക്കുകയും ഒന്നും മനസ്സിലായില്ല എങ്കിലും അദ്ദേഹം പെർസിസ്റ്റ് ചെയ്തു. വീണ്ടും വീണ്ടും വായിച്ചാണ് അതിന്റെ അർത്ഥതലങ്ങളും, കാഫ്ക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വായിച്ചാൽ ഒറ്റ വായനയ്ക്കൊന്നും മനസ്സിലാകുന്ന ഒരു വർക്കല്ല. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ആളായിട്ട് അഷ്റഫ് പറഞ്ഞ പോലെ അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയുന്നത് കാഫ്കയാണ്. പിന്നെ സാമുവൽ ബെക്കറ്റ് അദ്ദേഹത്തിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ നമ്മളെല്ലാവരും ഈ അടുത്ത് ഹിന്ദുവിലെ ആർട്ടിക്കിളിലും പറഞ്ഞ പോലെ ദോസ്റ്റോവസ്കിയുടെ ഇൻഫ്ലുവൻസ് വളരെ പ്രോമിനന്റ് ആയിട്ട്, അദ്ദേഹം മിഷ്കിന്റെ പോലെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും, ഇങ്ങനെയുള്ള ദോസ്റ്റോവസ്കിയുടെ പോലത്തെ ഒരു സെയിന്റ്ലി കഥാപാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു സെയിന്റ്ലി കഥാപാത്രം, ഹു സർവൈവ്സ് ഓൺ ഹോപ്പ്, അതായത് പ്രതീക്ഷയ്ക്ക് തീരെ വകയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പ്രതീക്ഷ കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ഈ കഥകളിൽ എല്ലായിടത്തും അദ്ദേഹം വെക്കുന്നു എന്നുള്ളത് വളരെ ദുരന്തപൂർണമായ, വളരെ ഇരുള് നിറഞ്ഞ, വളരെ നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റാൻസസ്. കാരണം ഇദ്ദേഹം എഴുതി തുടങ്ങുന്നത് സോവിയറ്റ് അധിനിവേശ ഹംഗറിയൻ ടൈമിലാണല്ലോ. അപ്പൊ അതിന്റെ
ഉൾക്കാഴ്ചകളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഏറ്റുപറയുന്ന കാര്യം. അതെ അതെ അതെ, ശരിയാണ്. അത് വളരെ ശരിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഹംഗറിയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഏകദേശം അവസാനിക്കുന്നത് 1980-ലാണ് തോന്നുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് പിൻവലിയുന്നത് 90-ഓട് കൂടിയിട്ടായിരിക്കണം. 80-ഓട് കൂടിയിട്ട് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കുമല്ലോ ഇതിന് ഈ കൃതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ സാന്താന്റോയുടെ ആക്കിയ ഇതും ആവിഷ്കാരവും ആ രീതിയിൽ തന്നെയാണ്. കാരണം അത് ഹംഗറിയിലെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഫാമിംഗ് എന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന അവര് ഒരു എന്താ പറയാ, ആ ഒരു സംഘടന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതാണ്. ഈ കൂട്ടായ സമ്പ്രദായം അതിനൊരു ഇതുണ്ട്, അവർ പറഞ്ഞു കൂട്ടുകൃഷി തിയറിയോ എന്തോ, അങ്ങനെ എന്തോ ഒരു തിയറി അവർ പറയുന്നുണ്ട്. ആ തിയറി പ്രയോഗത്തിൽ വമ്പൻ പരാജയം സംഭവിച്ചിരിക്കണം. അതിലൂടെ അവിടെ അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ പശ്ചിമ ഹംഗേറിയൻ ഭാഗങ്ങളിലൊക്കെ കാർഷിക സമൂഹത്തിൽ പൂർണ്ണമായിട്ടൊരു സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വന്നു. ഈ ഒരു വിഷയമാണ് ശരിക്ക് ലാസ്ലോ വളരെ ഇതായിട്ട് അവതരിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഞാന് 2018 മെയ് മാസം പകുതിയോടുകൂടിയാണ് ഞാനും വൈഫും കൂടി ഹംഗറിയിലേക്ക് യാത്ര ചെയ്തത്. ഞാനിപ്പോ വൈഫിനോട് 2018 മെയ്യിലാണ് ഞങ്ങൾ ഈസ്റ്റേൺ യൂറോപ്പ് ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്തത്. എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത്, ഹംഗറിയിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് തെരുവുകളിലെ ഒരു പഴഞ്ചൻ രീതിയിലുള്ള കാറുകള്, പഴഞ്ചൻ രീതികളിലുള്ള ട്രാം, പഴഞ്ചൻ രീതികളിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ്. ആൾക്കാർക്ക് അത് പിന്നെ നമ്മളെല്ലാ യൂറോപ്യൻ സിറ്റിയിലും ഒരു ധൃതിയും ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം അവർക്ക് യാതൊരുവിധ ധൃതിയില്ല. വളരെ പതുക്കെ പോകുന്നു, വളരെ പതുക്കെ ഇരുന്ന് സംസാരിക്കുന്നു, വളരെ പതുക്കെ ഇരുന്ന് കാപ്പി കുടിക്കുന്നു, വളരെ പതുക്കെ ഇരുന്ന് വൈൻ കുടിക്കുന്നു, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു. അവർക്കൊന്നും ഒരു ധൃതിയില്ല. ചിലപ്പോൾ നമ്മൾ ഓർക്ക് ഇവർക്കൊന്നും ഒരു ജോലിയില്ല. കാരണം നമ്മൾ എവിടെ പോയാലും ഇവർ വളരെ ശാന്തമായി ഇരുന്ന്, നമ്മുടെ ഒരു നഗരത്തിൽ ഇപ്പൊ നമ്മൾ കൊച്ചിയിലോ പെരിന്തൽമണ്ണയിലോ എവിടെ പോയാലും ആൾക്കാർ മുഴുവൻ തിരക്കാണല്ലോ. ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് കൊടുക്കുന്നു. ഇവര് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവര് നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു, അവര് നമ്മളുമായ ഒരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നു, നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ വളരെ ഭയങ്കര ലെയ്ഡ് ബാക്ക് ഒരു ആൾക്കാരാണ്. പക്ഷെ ഈ അമേരിക്കയിലോ അല്ലെങ്കിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സിറ്റിയിലോ വന്നിട്ടുള്ള യാതൊരുവിധ ഡെവലപ്മെന്റും തൊട്ട് തീണ്ടിയിട്ടില്ല അന്ന് 2018. നമ്മൾ ഈവൻ ചില ബോട്ടുകളിലൊക്കെ, ഈ ഡാനൂബ് ക്രൂസുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും വളരെ പഴയ ബോട്ടുകളാണ്. നമ്മൾ അതിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും അന്നാ ബൂഡായും പെഷ്ടും ആ നദിയുടെ രണ്ട് വശങ്ങളിലുള്ള മനോഹരമായ സ്ഥലങ്ങൾ. ബൂഡാപെസ്റ്റിന്റെ സൈഡും സൈഡും അതിമനോഹരമാണ്, അതിമനോഹരം. ഞാൻ അതിമനോഹരമായ ഒരു സ്ഥലം ഇനി ഒന്നുകൂടെ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ബൂഡാപെസ്റ്റ്. അപ്പം ഹംഗറിയിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നോബൽ എത്തിയെന്ന് പറഞ്ഞപ്പോ എന്റെ ഓർമ്മകൾ ബുഡാപെസ്റ്റിലേക്കാണ് എത്തിയത്. എന്റെ ഓർമ്മകൾ ബുഡാപെസ്റ്റിലേക്ക്. ഈസ്റ്റേൺ യൂറോപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം, ഞാൻ ഈ കഴിഞ്ഞ മെയില് കുട്ടികളെയും കൂട്ടി ഞാൻ വെസ്റ്റേൺ യൂറോപ്പിൽ പോയപ്പോ ഞാൻ ഓർക്കായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ലെയ്ഡ് ബാക്ക്, ആ പേസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈസ്റ്റേൺ യൂറോപ്പ് ആയിരുന്നു. കാരണം യാതൊരു ധൃതിയില്ല. അത് മനോഹരമായ പ്രദേശങ്ങളും, സത്യം പറഞ്ഞാൽ ലാസ്ലോയിലെ പോലെ തന്നെ മനോഹരമായ സുന്ദരമായ ആൾക്കാരും നിറഞ്ഞ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിന് സാറ്റൻ ടാങ്കോയ്ക്ക് ശേഷം അഷ്റഫ് മറ്റു കൃതികൾ വായിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ? നന്നായിട്ട് വായിച്ചു ഞാൻ. അതെ 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 അതെ, അത് ശരിയാണത്. ഞാൻ പിന്നെ അതിനുശേഷമാണ്, ഞാൻ ഇവിടെ എത്തിയതിനു ശേഷമാണ് പിന്നെ സാത്താൻ ടോങ്കോ പൂർണ്ണമാക്കിയത്. ഈ രണ്ട് പുസ്തകങ്ങൾ എനിക്ക് സമ്മാനിച്ചു. ഒറ്റ വേൾഡ് ഗോസ് ഓൺ അല്ലേ? വേൾഡ് ഗോസ് ഓൺ ആണ് പുള്ളി എനിക്കൊന്ന് സമ്മാനിച്ചത്. പിന്നെ ഇത് ദി ബോൺ മേക്കിംഗ് ഹോം കമ്മിങ്, അത് രണ്ടും എനിക്ക് സമ്മാനിച്ചു. അത് സമ്മാനിക്കുന്നതിന് കാരണം, സമ്മാനിക്കുന്നത് ഞാന് പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ലാസ്ലോട് പറഞ്ഞു, ഇങ്ങനെ ഞാന് ഒരു 4-5 പ്രധാന ബുക്ക് ഷോപ്പുകളിലൊക്കെ കറങ്ങി, ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് നോക്കി, ഒന്നും കിട്ടിയില്ല, ട്രാൻസ്ലേഷൻ കിട്ടുന്നില്ല.
അപ്പൊ പുള്ളി എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ടെണ്ണം എടുത്ത് തന്നു, നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ടുണ്ടോ? എനിക്ക് എടുത്ത് അതിൽ തന്ന. കൈയൊപ്പിട്ടിട്ടുണ്ടോ? എനിക്ക് കയ്യൊപ്പിട്ട് തന്നത് ഞാനത് സത്യത്തിൽ അവിടെ വെച്ചത് മറന്നു. പക്ഷെ ഇതില് സാൻസാട്ടാങ്കയിൽ എനിക്ക് ഓ, ഓക്കെ. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, സ്ഥലവും സ്പേസും എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓ, അത് അതൊരു വളരെ നിധിയാണ് കേട്ടോ, മനോഹരമായിട്ട് അതൊരു നിധിയാണ്. പുള്ളി പറഞ്ഞു എന്നോട്, പുള്ളി ലാസ്റ്റിൽ പറഞ്ഞു, ഞാൻ ഈ സാറ്റർഡേ മോർണിംഗിൽ ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. പുള്ളിനോട് ലാസ്റ്റ് വിട പറയുമ്പോ പറഞ്ഞു. അയാള് പറഞ്ഞ അയാളുടെ വായനക്കാരെ കുറിച്ച് പറഞ്ഞ കാര്യം അഷ്റഫുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഓൾ ഹ്യൂമിലിറ്റി, നമ്മൾ ആദ്യം പറയുമ്പോൾ അത് ഇച്ചിരി ഒരു വിടുവായത്തരമായി തോന്നുമെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ ശാന്തമായ ഒരു നദിക്കരയിൽ പോയി കാത്തിരിക്കുക, കുറെ നേരം അവിടെ കാത്തു നിന്ന് ആ ശാന്തതയിൽ ഇരിക്കുമ്പോൾ എന്റെ പുസ്തകം വായിച്ച ആരെയെങ്കിലും നിങ്ങൾ അവിടെ പരിചയപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഐ തിങ്ക് പുള്ളിയുടെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സെറ്റിംഗ് ആണ് കൺവേ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശാന്തത, അദ്ദേഹത്തിന്റെ വളർന്നു വന്ന അന്തരീക്ഷം, ഹംഗറിയുടെ ഒരു ലാക്ക് ഓഫ് പേസ്, അല്ലെങ്കിൽ എന്നെ വശീകരിച്ച ആ ഒരു എന്താ പറയുന്നത്, ധൃതിയില്ലാത്ത ഒരു ലൈഫ് ഒക്കെയാണ് അദ്ദേഹം നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് എൻ്റെ നാട്, ഇതാണ് ആ നാടിന്റെ പേസ്, ഇതാണ് ഞാൻ എന്ന ശാന്തനായ മനുഷ്യൻ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമ്മുടെ ഗ്രാമങ്ങളിൽ ചെന്ന് പാർത്ത് അവിടുത്തെ ആൾക്കാരുടെ, സാധാരണക്കാരുടെ കഥകൾ എഴുതുന്ന ഒരു കഥാകാരൻ എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായത്. ഇപ്പം അടുത്ത് കണ്ട ആൾക്ക് അതാണോ ഇംപ്രഷൻ കിട്ടിയെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഒരർത്ഥത്തിൽ അത് വളരെ ശരിയാണ്. ഈ ഒരു പുസ്തകത്തിൽ സാത്താൻടോങ്കോയുടെ ഒരു വായനയില് ഈ കഥകളെക്കാൾ കൂടുതലായിട്ടൊരു ദാർശനിക തലത്തിലൂടെയാണ് പുള്ളി ഈ എഴുത്ത് പോകുന്നത്. അതാണ് എനിക്ക് അത് ബുക്കർ പ്രൈസിനൊക്കെ നേടുന്നത് കൊണ്ടും ഒക്കെ അത് ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ്. കഥ ഈ ദീർഘവാക്യങ്ങളുടെ വളരെ എന്താ പറയാ, ഗഹനമായിട്ട് പറയുന്ന വാക്കുകളാണ് അത്. അപ്പൊ നമുക്കിപ്പോ എന്നെ പോലുള്ള ഒരു വായനക്കാരെ സംബന്ധിച്ചിടത്തോളം നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ വേഗം മടക്കി വെച്ച് പിന്നെ അത് തുടരൂല. ഞാനത് വായിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രം വായിച്ചു പോയതാണ്. അതും ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേഷന് എടുത്ത് ചിലത് ഒന്ന് അടിച്ചു നോക്കി, അത് ഇങ്ങനെ പതുക്കെ അത് സേവ് ചെയ്ത് പിന്നെ നോക്കി, പിന്നെ ബുക്കും നോക്കി, പിന്നെയും ബുക്ക് നോക്കി, ഇങ്ങനെ പതുക്കെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ അത്ര ഒരു ഇതില്ല. അപ്പൊ അങ്ങനെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഒരു പ്രവാഹം പോലെ കഥ പറയുന്ന ഒരു ഇതാണ്. ഇതൊന്നും നമുക്ക് അത്ര, നമ്മളെ വായന നമുക്ക് പരിചിതമല്ലാത്തൊരു രീതിയാണത്. നമ്മൾ ഇതുവരെയുള്ള രീതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വായനാ രീതിയാണ് എനിക്ക് ഈ സാത്താൻടോങ്കോ നൽകിയത്. അഷ്റഫിന്റെ യാത്രകളുമായി ബന്ധപ്പെടുത്തിയാല് നമ്മുടെ യാത്രകളും അങ്ങനെയാണല്ലോ അഷ്റഫ്. നമ്മളിപ്പോ മറ്റൊരു രാജ്യത്ത് ചെല്ലും, നമ്മുടെ മീൻകറിയും കപ്പയും സ്പൈസും നമ്മുടെ നാവിന് ചേർന്ന രുചികളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരം സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ അതൊരു യാത്ര എന്നുള്ള രീതിയിൽ ഒരു പരാജയം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു നോബൽ ലോററ്റിന്റെ ബുക്ക് എടുക്കുമ്പോൾ എനിക്ക് പരിചിതമല്ലാത്ത ഒരു രചനാരീതിയും ഞാൻ പ്രതീക്ഷിക്കണമല്ലോ. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഉദാഹരണം പറഞ്ഞാൽ ഹാൻകാങ്ങിന്റെ വെജിറ്റേറിയൻ എന്ന ഇത് വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഞെട്ടിപ്പോകില്ല. അവര് വരച്ചിടുന്ന ഒരു ലോകം, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ പിടിച്ചുലക്കിയാണ്. ആനി എർണോയുടെ ലോകം അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ ലോറേറ്റിനെ നമ്മൾ വായിക്കുന്നത് തന്നെ അവര് സൃഷ്ടിക്കുന്ന ലോകം, അവര് സൃഷ്ടിക്കുന്ന രീതിയിൽ അനുഭവിക്കാനും കൂടിയാണ്. അല്ലാതെ നമുക്ക് സുപരിചിതമായ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ബിറ്റർനെസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ. അഥവാ അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഉറവ. അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ ഇൻസ്പിറേഷനും ബിറ്റർനെസ്സിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ലോകം വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി പോകുന്നു, അതുകൊണ്ട് വായിക്കാൻ ഇമ്പമുള്ള, എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം വായിക്കാതെ നിങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ അഷ്റഫ് ചെയ്ത പോലെ ശ്രമകരമായി വായിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉള്ളറിവ്, അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊരു ഷുഗർ കാൻഡി പോലെ കോട്ടഡ് ആയിട്ടൊന്നും അദ്ദേഹം തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ അഷ്റഫുമായിട്ട് ഡീൽ ചെയ്തപ്പോൾ എനിക്ക് അതാണ്, കാരണം ആ ബുദ്ധിമുട്ടിൽ കൂടിയാണ് നിങ്ങൾ ആ വ്യക്തിയോടുള്ള ആരാധന കൂടുന്നത്. അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് പല ഇദ്ദേഹത്തെ കുറിച്ചുള്ള പല ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലായി. പക്ഷെ അതിനകത്ത്
ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ജീവിത വീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഒരു നോബൽ കമ്മിറ്റി കണ്ടു എന്നുള്ളത് കാണുമ്പോഴാണ് എനിക്ക് അതിനകത്തെ ഒരു ബ്യൂട്ടി മനസ്സിലാകുന്നത്. അതെ 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 അതെ, ശരിയാണത്. മനുഷ്യന്റെ ഒരു മനുഷ്യ മനസ്സിന്റെ തകർച്ചയാണ് ശരിക്കും ഇത് ആവിഷ്കരിക്കുന്നത്. കൂടാതെ മനുഷ്യന്റെ ഒരു നശ്വരത, അതേപോലെ വഞ്ചന, നൈതിക മൂല്യ തകർച്ചകള് എന്നിവയൊക്കെ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സാത്താൻ ടാങ്കോ എന്നുള്ള നോവലില്. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ഒരു ബിറ്റർനെസ് ഉണ്ടെങ്കിലും ആ ബിറ്റർനെസ് നമുക്ക് പിന്നൊരു ഒരു വല്ലാത്തൊരു മധുരമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ് പിന്നെ അങ്ങോട്ട്. ഇതില് വേറൊരു ഇതും കൂടി വസ്തുത എന്താ വെച്ചാൽ, ഈ സാത്താൻ ടാങ്കോന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു ആഖ്യാനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അതിഭ്രമാത്മകമായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഥാപാത്രങ്ങളുടെ ചിന്തകളും അതുപോലെ തന്നെ അവരുടെ ഭ്രമങ്ങളും ഒക്കെ അത്തരത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്, ഈ കൃതി കൊണ്ടുപോകുന്നത്. യാഥാർത്ഥ്യത്തെ അതിന്റെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ആവിഷ്കരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ രീതിയിലേക്ക് അത് ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ ഇതില് വേറൊരു പ്രത്യേകത വെച്ചാൽ ഇരുട്ട് ഭയങ്കര ഇങ്ങനെ ഒരു ആഖ്യാന വസ്തു ഇരുട്ടിനെ കൊണ്ടുവരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ കൃതിയിലാണ്. നമ്മള് പ്രകൃതിയുടെ പല രൂപങ്ങളെയും നമ്മൾ ആഖ്യാന വസ്തുവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മഴയെയും വെയിലിനെയും കാറ്റിനെയും ഒക്കെ, കടലിനെയും കരനെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇരുട്ടിനെ ഇങ്ങനെ കണ്ട ഒരു ആഖ്യാനം ഇതുകൊണ്ട് ഏകദേശം ഒരു 100 പ്രാവശ്യമെങ്കിലും, ഒരു 100 ടൈംസിലെങ്കിലും നമ്മൾ ഈ ഇരുട്ട് ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇരുണ്ട കാഴ്ചകളുടെ എഴുത്തുകാരൻ എന്നുള്ളൊരു ഒരു വിശേഷണം അയാൾക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആശിഷിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആശിഷ് ഈ ബെലാത്താറിന്റെ മൂവീസ് കണ്ടിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ ക്രാഷ്നഹോർക്കായി ഈ സ്ക്രിപ്റ്റ് തന്നില്ലെങ്കിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ബെലാത്താറിന്റെ വൈഫിന്റെ പേരും പാരീസ് ഇന്റർവ്യൂസിലുണ്ട്, പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ക്രിപ്റ്റ് എനിക്ക് എന്റെ ഭർത്താവിന് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഞാൻ ആ കഥകൾ അയാൾക്ക് കൊടുത്തത്. 7.5 മണിക്കൂറോളമാണ് ഈ സൈറ്റൻ ടാങ്കോയുടെ ചലച്ചിത്ര ആവിഷ്കാരം ചെയ്തിരിക്കുന്നത്. പല ചാപ്റ്ററുകളും 15 മിനിറ്റ് സിംഗിൾ ഷോട്ട്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ സിനിമയും കണ്ടിട്ടില്ല. ഒരു പരിധി വരെ ബെലാത്താറിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ ലാസ്ലോ എന്നും ലാസ്ലോയുടെ ചലച്ചിത്രകാരനാണോ ബെലാത്താർ എന്നും ഉള്ള ഒരു കോൺവെർസേഷൻ വരെ ഈ ഹൈ എക്കലോൺസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് മൂവി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇൻഫാക്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ സമയത്തൊന്നും ബെലാത്താറിന്റെ സിനിമകളോട് കാണിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ ഐ കുഡന്റ് വാച്ച് ഇറ്റ്. അത് അങ്ങനെ അവൈലബിളും അല്ല. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ലാസ്ലോന്റെ കൃതികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ബെലാത്താറിന്റെ സിനിമകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഒരു നെറ്റ്വർക്കിൽ. മേ ബി ഐ എം നോട്ട് പാർട്ട് ഓഫ് ദാറ്റ് നെറ്റ്വർക്ക്, അതുകൊണ്ടായിരിക്കും. അപ്പോ അതും എനിക്ക് അഷ്റഫ്ജിയുടെ അടുത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അതായത് ഈ സംഭാഷണങ്ങൾ ഒന്ന് ദീർഘമായ സംഭാഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതെന്തായിരുന്നു, എങ്ങനെ ആ സംഭാഷണം സ്റ്റാർട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല, സീരീസ് ഓഫ് മൊമെന്റ്സ്. അതെങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഈ ചർച്ചയിൽ ബലാത്താർ വന്നിട്ടുണ്ടോ? ഐ മീൻ ബിക്കോസ് ഒരു ഫിലിം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മലയാളിയുടെ ഇൻഹറന്റ് ആയിട്ടൊരു സംഭവത്തിൽ എനിക്കറിയില്ല അഷ്റഫ്ജി അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇട ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അത്ര ബോധേഡല്ലായിരുന്നു അതിനെക്കുറിച്ചിട്ട്. അപ്പോ തന്നെ പിന്നെ എന്നോട് പറഞ്ഞത് കാണണമെന്ന് പറഞ്ഞു ചെയ്തു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അത് അഷ്റഫിനോട് കേരളത്തെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് തോന്നി, പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ വളരെ ഇൻട്രസ്റ്റ് സ്ട്രോക്ക് ചെയ്ത ഒരു ലൈനായിരുന്നു. എന്തായിരുന്നു അദ്ദേഹം കേരളത്തെ കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാന് പുള്ളിയോട് ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ, ഇന്ത്യയില് കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ പുള്ളി കേരളം അറിയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കേരളത്തിന്റെ സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനിങ്ങനെ പറയാനിങ്ങനെ നിന്നപ്പോ തന്നെ ചിരിച്ചിട്ട് പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അവിടെ കമ്മ്യൂണിസ്റ്റ് ആണ് ഭരിക്കുന്നത് എനിക്കറിയാം. പിന്നെ നിങ്ങളുടെ എഴുത്ത് അരുന്ധതിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് അരുന്ധതി അവരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. കാരണം രണ്ടുപേരും ബുക്കർ പ്രൈസ് അല്ല, സ്വാഭാവികമായിട്ടും
ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പിന്നെ അതിന്റെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അതിന്റെ പിന്നെ ഞാൻ ക്ഷണിച്ചു, കേരളത്തിലേക്ക് വരണം, തീർച്ചയായിട്ടും നിങ്ങൾ വരണം, ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം, എനിക്കൊരു മെയിൽ ഇട്ടാൽ മതി, എനിക്ക് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു കൊടുത്തു. എന്നിട്ട് എനിക്ക് എന്റെ പുള്ളിയുടെ മെയിൽ ID എനിക്ക് തന്നു. പുള്ളിയല്ല ഇത് സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വേറെ വ്യക്തികളാണ്. അയാൾ നേരിട്ടൊന്നും ചെയ്യുന്നില്ല. പുള്ളി ആകെ നോക്കുന്നത് മെയിൽ മാത്രമേ ഉള്ളൂ. മെയിൽ എനിക്ക് എഴുതി തന്നു. ഇനി എന്ത് ഇതുണ്ടെങ്കിലും എനിക്ക് ഇതിലേക്ക് മെസ്സേജ് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ദീർഘമായിട്ടുള്ള ഒരു മെയില് വിടുകയൊക്കെ ചെയ്തു. അതിന് മറുപടി താങ്ക്സ് ഒക്കെ വിട്ടു, മറുപടിയൊക്കെ തന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു എഴുത്തുമേശ പോലും ഇല്ല. സാധാരണ എഴുത്തുകാർക്ക് അവര് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു എഴുത്തുമേശ, അദ്ദേഹം എഴുതുന്ന സ്ഥലങ്ങൾ കാണാൻ അഷ്റഫിന് ഭാഗ്യമുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഇപ്പൊ വീടിന്റെ പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അതിനകത്ത് എത്തിയിരുന്നത്. അവിടെ ഇരുന്ന് പുള്ളി ഏകാന്തനായിട്ട് താമസിക്കണം, ആരും ഇല്ല അവിടെ. ഒറ്റയ്ക്ക് എന്നോട് ചായ ഇത് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ഞാനിപ്പോ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത്. ഒന്നും വേണ്ട, കാരണം എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്കാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. പിന്നെ ഒരു ഔട്ട് ഹൗസ് പോലെ ചെറിയൊരു എല്ലാവർക്കും ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്. നമ്മള് പുറത്തൊക്കെ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു മുറ്റത്തിന് ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു മതിലൊക്കെ ഉണ്ടാക്കിയ ഒരു 2-3 കസേരയൊക്കെ വെച്ചിട്ടുള്ളതുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് കുറെ നേരം സംസാരിച്ചത്. വളരെ രസകരമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ ആയിരുന്നു. പുള്ളി പിന്നെ ഇത് ഞാൻ അതിൽ എഴുതാത്തൊരു കാര്യം കൂടി ഞാൻ പറയട്ടോ. ഞാന് പുള്ളിയോട് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നോബൽ പ്രൈസ് കിട്ടുമെന്ന്. അത് ഞാൻ പുള്ളിയുടെ ഈ സാത്താൻ ടങ്കോ വായിച്ചപ്പോ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇയാള് അങ്ങനെയുള്ള ഇതിന് ഒരു സാധ്യതയുള്ള ഒരു എഴുത്തുകാരനാണല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ പുള്ളിയോട് അത് പറഞ്ഞു. അപ്പൊ പുള്ളി വളരെ ചിരിച്ചുകൊണ്ട് അത് പിന്നെ അതിനെ മറികടന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞത്, അതൊന്നും അത്ര സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, അതിനെനിക്ക് അറിയാത്തത് കൊണ്ട് നീ വെറുതെ ഇങ്ങനെ പറയാണ്, ഇതിനൊരുപാട് കടമ്പകളുണ്ട്, നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് പറഞ്ഞു, ഇല്ല, ഞാനിത് വായിച്ചപ്പോ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, ഒരിക്കലും അതിന് സാധ്യത ഒന്നും കാണുന്നില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അത് എന്റെ ഉള്ളിന്ന് ഇങ്ങനെ അറിയാതെ വന്നു പോയ എന്റെ തോന്നൽ ഞാൻ പുള്ളിയോട് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാനത് ആലോചിക്കുക, ഞാനത് ഒരാഴ്ച മുമ്പ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യതകൾ വന്നപ്പോ സാധ്യതകൾ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഇപ്രാവശ്യം ലാസ്ലോക്ക് തന്നെ ആയിരിക്കും, വേറെ ആരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. ഞാനത് എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ അതുപോലെ തന്നെ അത് പക്ഷെ ഒരു പ്രഡിക്ഷൻ പോലെ പറഞ്ഞുള്ളൂ കേട്ടോ. അല്ല, എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യം, അദ്ദേഹം വളരെ അവസാനം പാരീസ് ഇന്റർവ്യൂ ഒരു 20 പേജോളം ഉള്ള ഇന്റർവ്യൂ ആണ്. അവസാനത്തെ ക്വസ്റ്റ്യനിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ജൂതനാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അപ്പൊ അദ്ദേഹം അത് പുള്ളി പറയുന്നത് ഇതൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് ഉള്ള ഒരു ചോദ്യമാകുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ലോകത്തിലോ അദ്ദേഹം സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തിലോ അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തോ അദ്ദേഹത്തിന്റെ മതത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ തന്നെ ചിന്തിക്കുന്നില്ല. പക്ഷെ അത് ഹി വാസ് ബോൺ എ ജൂ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ലൈനിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, ഈ നമ്മൾ കാണുന്ന എഴുത്തുകാരുടെ ചട്ടക്കൂടുകളും നമ്മൾ കാണുന്ന എഴുത്തുകാരുടെ ഒരു പ്രപഞ്ചവും ഒന്നും അല്ല ശരിക്കും യഥാർത്ഥത്തിൽ യൂറോപ്പിലെ എഴുത്തുകാർക്ക് ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോവാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത്രേ ഉള്ളൂ. അവർ പറയുന്നത് എൻ്റെ സമൂഹത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ എഴുത്ത്, അല്ലാതെ ഒരു ഫിക്ഷൻ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എളുപ്പമുള്ള ഒരു കാര്യം എഴുതി പോവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ലാസ്ലോ അറ്റ്ലീസ്റ്റ് ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് തീർച്ചയായും ഒരു സാമൂഹിക പ്രതിബദ്ധത വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ആ ഒരു സെലക്ട് ഓഡിയൻസ് അത് വായിച്ചാൽ മതി എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. അദ്ദേഹം പോപ്പുലർ ആകാൻ വേണ്ടി ഒന്നും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ശരിയാണ്, അത് ശരിയാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ട സമയത്ത് ഒരിക്കൽ അയാളോട് ചോദിച്ചത്, ഈ പലസ്തീന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമാണല്ലോ. അപ്പൊ ഞാൻ അതിനോട് ചോദിച്ചു, ഇങ്ങനെ പലസ്തീന്റെ ഇഷ്യൂസിന് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോ
എന്നോട് അഷഫ് അത് ഒരുപാട് രാഷ്ട്രീയങ്ങളാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കുകയാണ് നല്ലത്. അതിനുള്ളിൽ ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കൂടുതൽ പറയാനും പിന്നെ ഞാൻ അതിനകത്ത് കൂടുതൽ പോയിട്ടില്ല. അത് ശരിയാണ്, ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ഭൗതിക ആത്മീയതയിൽ നിന്നും ദൈവ അതിൽ നിന്നൊക്കെ വേറെ വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് അയാൾ. അതെ. അതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഈ യാത്രയ്ക്ക് ശേഷം ലാസ്ലോവുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അഷ്റഫിന് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വർഷങ്ങൾ, ഇല്ല, ഇത്രയും അവർക്ക് മാസങ്ങൾക്ക് ശേഷം? മെയിലിൽ നിന്ന് റെസ്പോണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. അതെ കാരണം അതെ അതെ. അദ്ദേഹം പരമാവധി ഇപ്പം ഈ നൊബേൽ കിട്ടുന്ന ദിവസം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും ആദ്യത്തെ ചോദ്യങ്ങളിൽ ഒന്ന് ടെലിഫോൺ ചെയ്യുന്ന സ്ത്രീ അയാളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു വണ്ടിനെ പോലെ ഇങ്ങനെ മാറി 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 അദ്ദേഹം നടക്കുകയും അന്ന് അദ്ദേഹം നൊബേൽ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാൻ പദ്ധതി ഇടുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഫോണിൽ അയാൾ പറയുന്നത് ഞാനൊരു അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് എൻ്റെ അഡ്രസ്സിന്റെ ചേഞ്ച് പറഞ്ഞ് എനിക്ക് വരുന്ന ലെറ്ററുകൾ, എനിക്ക് വരുന്ന പോസ്റ്റ് മറ്റൊരു അഡ്രസ്സിലേക്ക് ആക്കി തരണം എന്ന് മാത്രമാണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് ചിരിച്ച് ചോദിക്കുന്നുണ്ട്, നോബൽ പോലെ ഒരു സമ്മാനം കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് എന്റെ മേൽവിലാസം മാറിയ കാര്യമാണോ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ച് ഒരു കുഞ്ഞിനെ പോലെ ചിരിച്ചോണ്ട് അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഡിന്നർ കഴിക്കും, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പോർട്ട് വൈൻ കഴിക്കാൻ പോകും, ഞാൻ ഷാമ്പെയിൻ ചിലപ്പോൾ കഴിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർക്കാണ് അദ്ദേഹത്തിലെ ഒരു ആ 71 വയസ്സിലും അദ്ദേഹത്തിലെ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് ആഹ്ലാദിക്കാനും തന്റെ വിജയത്തിൽ ലോകമെമ്പാടും ഉള്ള ആൾക്കാരെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടെന്നും അതിലുള്ള ഒരു അഭിമാനവും സന്തോഷവും ഒരു കുഞ്ഞിനെ പോലെ അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ കേട്ടപ്പോൾ അയാളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നി. കാരണം ഇത്രയും എന്താ പറയാ ഡാർക്ക് സെറ്റയർ ഹ്യൂമർ, ബഹുമാനം ഡാർക്ക് തോന്നുന്നുണ്ട്. ഫിക്ഷനൊക്കെ എഴുതുന്ന ഒരാള് ഇത്രയും ഒരു പിഞ്ചു മനസ്സ് അദ്ദേഹത്തിൽ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ഓർത്തുപോയത്. അതെ അതെ അതെ, അത് ശരിയാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഈ ഒരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളെ ഒരു വളരെ 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 എന്താ പറയാ, വളരെ ലളിതമായി, വളരെ സൗമ്യമായി, അത്രയും വളരെ നിഷ്കളങ്കമായ ഒരു മനുഷ്യനെ പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് അഷ്റഫ് ഞാനും ഏറ്റവും കാത്തിരിക്കാൻ പോകുന്നത് നൊബേൽ സ്വീകരിച്ചു കഴിഞ്ഞ് അദ്ദേഹം നടത്തുന്ന സ്പീച്ച്. എനിക്ക് ഉറപ്പാണ് അതും നമ്മളെ വീണ്ടും ഞെട്ടിക്കാൻ പോകുന്ന ഒരു സ്പീച്ച് ആയിരിക്കും എന്നാണ് എനിക്ക് ഉറപ്പാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞ ഒരു ആക്സെപ്റ്റൻസ് സ്പീച്ച് ഉണ്ടാവുമല്ലോ. അതെ അതെ, കറക്റ്റ്. അത് ശരിയാണ്, ശരിയായിരിക്കും, വളരെ ശരിയാണ്. ലാസ്ലോ എന്തുകൊണ്ടും നോബൽ അർഹനാണ്. അത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ മനുഷ്യരുടെ ചിന്തകളെയും നമ്മളെ ആത്മാവിനൊക്കെ വല്ലാതെ ഉയർത്തുന്നുണ്ട്. അതൊരു വലിയൊരു ഇതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഭാഷയെയും അത് ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബെലാത്താറിന്റെയും സിനിമയുടെ തുടക്കത്തിലും ലാസ്ലോ എഴുതിയ പുസ്തകങ്ങളുടെ തുടക്കത്തിലും ഞാൻ വായിച്ചതനുസരിച്ച് കാഫ്കയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം തുടങ്ങുന്നത്, അല്ലേ അഷ്റഫ്? അതെ അതെ, കറക്റ്റ്, ശരിയാണ്. അതെ അതെ, അതിന്റെ ആദ്യത്തെ ലൈൻ ഞാൻ വായിച്ചതനുസരിച്ച് കാഫ്കയുടെ ലൈനാണ്. അതായത് അടുത്ത് പോകും ദൂരേക്ക് പോകുന്ന ജീവിതം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ 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 അതെ, കറക്റ്റ്. അപ്പൊ ഞാനത് ഓർക്കുകയും ചെയ്തു. അപ്പൊ കാഫ്കയുടെ ഇൻഫ്ലുവൻസ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ തുടക്കം കാഫ്കയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് ഞാൻ ഓർക്കായിരുന്നു. അതെ 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 അതെ. ഇൻ ദാറ്റ് കേസ് ഐ വിൽ മിസ് ദ തിങ് ബൈ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഞാൻ ഓർക്കായിരുന്നു അദ്ദേഹം സാമുവൽ ബെക്കറ്റിന്റെ സംതിങ് ലെസ് ദാൻ എ കറ്റാസ്ട്രഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നൊബേൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സംതിങ് ലെസ് ദാൻ എ കറ്റാസ്ട്രഫി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ കുട്ടി ആകെപ്പാടെ ഞെട്ടി തിരിച്ചു ചോദിക്കുമ്പോൾ, ആ സ്ത്രീ ഞെട്ടി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്റെ ആരാധനാ പുരുഷനായ സാമുവൽ ബെക്കറ്റിന് നൊബേൽ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ കറ്റാസ്ട്രഫി എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ഓർത്തു വെച്ച് അദ്ദേഹം അതേ ഉദ്ധരണിയുടെ ലെസ് ദാൻ എ കറ്റാസ്ട്രഫി, അതായത് ഈ മഹാരഥന്മാരെ കരുതുമ്പോൾ ഞാൻ എത്രയോ എളിയ ഒരു മനുഷ്യനാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് പോലും, ഫസ്റ്റ് റിയാക്ഷൻ പോലും. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഇതിനപ്പുറത്തേക്ക് ഒരു മാർക്ക് നമ്മൾ ഇടണ്ടല്ലോ. അതെ 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 അതെ. ഈ നൊബേൽ കിട്ടിയതിന് ശേഷം അഷ്റഫ് മെയിൽ അയച്ചിരുന്നോ അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്ത്? ഞാന് അതിന് അയച്ചിട്ടുണ്ടായിരുന്നു, അതിന് മറുപടി വന്നിട്ടില്ല. പിന്നെ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതിനകത്തും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫോട്ടോ സഹിതം ഇട്ടിട്ട് ഞാന് കൺഗ്രാജുലേഷനും പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, ഇപ്പൊ എന്തായി.
ഞാൻ പറഞ്ഞില്ലേ എന്നുള്ളതല്ലേ. ഏതായാലും കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ പക്ഷെ നിന്നുള്ള ഒരാളാണ് അത് ആദ്യം അങ്ങനെ നോബൽ തോന്നാത്തുള്ള പ്രഡിക്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം പറയുമോ? ഇതൊക്കെ 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 ജീവിതത്തിലെ ഒരു 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 സ്വപ്നം പോലെ തോന്നുന്ന അവസരങ്ങളാണ്. ലാസ്ലോയ്ക്ക് ശനിയാഴ്ച സ്വപ്നമാണോ എന്ന് തോന്നിയതുപോലെ അഷ്റഫിനും ഇപ്പൊ സ്വപ്നമാണോ എന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലേ ആശിഷ്? തീർച്ചയായിട്ടും ഞാന് ഏഹ്, ഏഹ്, രണ്ട് നോബൽ പ്രൈസ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വൈഫിനോടും ഞങ്ങൾ ഒന്നിച്ച് വായിക്കും, ഞാനും വൈഫും കൂടി ഒന്നിച്ചാണ് വായിക്കാറ് വായനകള്. പക്ഷെ മറ്റു പുസ്തകങ്ങൾ, മലയാള പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് വായിക്കാറ് പൊതുവെ. അപ്പോ വൈഫിനോട് ഞാൻ പറഞ്ഞു, അഷ്റഫ് എന്താ ചെയ്യുന്നത്? സോറി, ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഞാന് ഒരു ചെറിയ കുരുട്ടുബുദ്ധി പറഞ്ഞുതരാം. ഞാൻ ആശിഷിനോട് പറഞ്ഞു, എനിക്ക് എല്ലാ അവകാശവും ഉണ്ട് അഷ്റഫിനെ വിളിക്കാൻ. കാരണം ഞാൻ ഒരു ഫിസിഷ്യനാണ്, ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആണ്. ഐ റെഡ് ഇൻ യുവർ CV ദാറ്റ് യു ആർ ഡയബറ്റിക് എഡ്യൂക്കേറ്റർ. അതെ, കറക്റ്റ്. ഡോക്ടർ ഡയബറ്റോളജിസ്റ്റ് ആണല്ലേ? ഞാൻ MD മെഡിസിൻ കഴിഞ്ഞ് വെല്ലൂര് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ട്രെയിനിങ് എടുത്താണ്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ള കുട്ടികളെ ഞാൻ ഡയബറ്റിക് എഡ്യൂക്കേറ്റർ ആകാൻ ട്രെയിൻ ചെയ്യാൻ വെല്ലൂർക്കാണ് ഇപ്പോഴും അയക്കുന്നത്. അപ്പോ ഞാൻ ആശിഷിനോട് പറഞ്ഞു, നിനക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഹീസ് എ കെമിസ്റ്റ്, സോ യു ക്യാൻ ഓപ്പൺ ദ ഡോർ സേയിങ് ദാറ്റ് യു ആർ ഓൾസോ എ കെമിസ്റ്റ്. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് കുരുട്ടുബുദ്ധിയൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. അത് കലക്കി. അതാണ് കണക്ട് ചെയ്തത്. ഇറ്റ്സ് സ്മോൾ വേൾഡ്, വളരെ വളരെ ചെറിയ ലോകമാണ്. അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഇതില് നിങ്ങളിലേക്ക് എത്താനുള്ള താക്കോൽ ഈ മനുഷ്യന്റെ കയ്യിലേ കിട്ടുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഡോക്ടർ നന്നായിട്ട് വായിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനിത് അത്ര ഈ സംസാരം എനിക്കത്ര ഇതില്ല, ഞാൻ വായന മാത്രമേ ഉള്ളൂ പൊതുവെ. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. എനിക്ക് തോന്നുന്നു ആസ് എ ഫിസിഷ്യൻ നമുക്ക് കൈപുണ്യം എന്ന് പറയുന്ന സാധനം സർജനാണല്ലോ വേണ്ടേ. നാക്കില്ലെങ്കിൽ പിന്നെ ഫിസിഷ്യന് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ ഒത്തിരി വായിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ യെസ്, വായിച്ച കാര്യങ്ങൾ പറയാനായിട്ട് ഒരു ചെറിയ കഴിവുണ്ട്. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇവരുടെയൊക്കെ ഇടയ്ക്ക്. അഷ്റഫ് എവിടെയാ വർക്ക് ചെയ്യണതൊക്കെ? ഞാനിവിടെ UAE അജ്മാൻ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ആണ്, സ്റ്റേറ്റിലാണ്. അവിടെയാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ്. വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫ് ഒരു ഒരു ഷിപ്പിംഗ് മാനേജ്മെന്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇന്ററാക്ഷന്റെ പല എലിമെന്റ്സും ഇപ്പൊ പറഞ്ഞു. അതിപ്പോ ഈ പറഞ്ഞ ആ വ്യക്തിയുടെ ഓറ അത് അനുഭവിച്ച ഒരാള് എന്നുള്ള നിലയ്ക്ക്. ഇപ്പൊ എനിക്കൊരു തിരുത്തുള്ളത്, 3 വർഷം മുൻപ് ബലാത്കാർ റെട്രോസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു IFFKയില്. എന്റെ മിസ്റ്റേക്ക് ആണ്, എനിക്കത് കാണാൻ പറ്റാത്തതും ഞാനത് കാണാൻ ശ്രമിക്കാത്തതും ഒക്കെ ആയിരിക്കും. അപ്പോ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. ഏതായാലും ഞാൻ ഓർക്കാണ്, ഈ മതങ്ങൾ മുറിക്കാത്ത ബന്ധങ്ങളും നമ്മുടെ ദൂരങ്ങൾ മുറിക്കാത്ത ബന്ധങ്ങളും വളർത്തുന്നതിൽ വായനയുടെ റോള് തന്നെയാണ് ഈ കാണിക്കുന്നത്. ആശിഷ് ഇരിക്കുന്നത് എൻ്റെ നാടായ ചാലക്കുടി അടുത്തും ഞാൻ എറണാകുളത്തും അജ്മാനിലുള്ള ഒരു വായനക്കാരനെയും കണക്ട് ചെയ്യുന്നത് ഇസ് എ ലവ് ഫോർ ബുക്സ് അല്ലേ. അപ്പൊ അത് ഇടമുറിയാതെ, ജാതി മത ഭേദങ്ങളില്ലാതെ, ഞാനിപ്പോഴും മനുഷ്യരോട് ആരോടും നീ ഏത് ജാതിയാണ് ഏത് മതമാണെന്ന് ചോദിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അൺഫോർച്ചുനേറ്റ്ലി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് ഈ ലോകം പോകും എന്ന് ലാസ്ലോ തന്നെ ചോദിച്ചു വെക്കുന്നുണ്ടല്ലോ. ലോകം ഇരുണ്ട ഒരു അധ്യായത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പുസ്തകങ്ങളെ കെട്ടിപ്പിടിക്കുക എന്നാണ് ലാസ്ലോ പറയുന്നത്. അത് സത്യമാണെന്ന് തോന്നുന്നു അല്ലേ അഷ്റഫെ? നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും അതൊരു ഒറ്റപ്പെട്ട ഒരു തുരുത്താണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ന്യൂസ് കാണാറില്ല. ഞാൻ ഒരു ന്യൂസ്, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് ഉള്ള ഒരു ഷോർട്ട് ന്യൂസ് മാത്രമേ ഡെയിലി ഞാൻ യൂട്യൂബിൽ കാണാറുള്ളൂ. എനിക്ക് കേബിൾ ഇല്ല, അതിലെനിക്കൊരു വിഷമവും ഇല്ല. കാരണം യു ആർ ബൊംബാർഡഡ് വിത്ത് നെഗറ്റീവ്സ് ദാറ്റ്, സത്യം പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലെ ജോലിയും ആൾക്കാരുടെ വേദനകളും ദുരിതങ്ങളും അസുഖങ്ങളും കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരേ ഒരു ആശ്വാസത്തിന്റെ തുരുത്ത് പുസ്തകങ്ങളാണ്. എനിക്ക് ഉറപ്പാണ് അഷ്റഫും അതിനോട് യോജിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും വളരെ ശരിയാണ്, വളരെ ശരിയാണ്. പ്രധാനമായിട്ടും വായന തന്നെയാണ് കിട്ടുന്ന സമയം. ഞാൻ ഏകദേശം ഒരു ദിവസം 12 മണിക്കൂർ ജോലി ഉണ്ട് ഇവിടെ, 10-12 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്റെ ജോലി സമയം. അപ്പൊ അത് ഈ കിട്ടുന്ന ഒരു പിന്നെ സമയം, രാത്രിയിൽ വന്ന് ഞാൻ വൈഫും ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ പിന്നെ ആ കിട്ടുന്ന സമയങ്ങളിൽ വായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഇതാണ്, ഒരു നോബൽ പ്രൈസ് വിന്നറാണ്, ഡിസ്ഗ്രേസ്. നല്ല നോവലാണ് ഇത്. ജസ്റ്റ് ഞാൻ ഡോക്ടർക്ക് റെക്കമെൻഡ് ചെയ്യാണ്, ജെ ക്വൈറ്റ്സിന്റെ ഡിസ്ഗ്രേസ്. 1999 ബുക്ക് ഇത് കിട്ടിയ നോബൽ പ്രൈസ് വാങ്ങിയ ആളാണ്.
ഞാൻ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലുള്ള ബുക്ക് ഇൻഡസ്ട്രിയിലുള്ള പലരോടും ഇന്ററാക്ട് ചെയ്ത് മനസ്സിലാക്കിയത് ഈ നോബലുകാർക്ക് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അസാധ്യമായ കഴിവുണ്ട്. ഇപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് സൽമാൻ റുഷ്ദി ആ ഒരു ലിസ്റ്റിൽ ഉള്ള ആളാണ്. ചൈനീസ് വീണ്ടും 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 മുറക്കാമി വരുന്നു. എന്നിട്ടും അവരെ അല്ല അവർ ചൂസ് ചെയ്യുന്നത്. അവർ ചൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു പ്രത്യേകത ഡെഫിനറ്റ്ലി അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഈ നമ്മുടെ നാട്ടിലേക്കുള്ള അവാർഡുകളുടെ മൂല്യശോഷണം നടക്കുന്ന സമയത്ത് ഒരു അവാർഡിന് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഡോക്ടറുടെ കാഴ്ചപ്പാടില് ഇത്രയും ഏകദേശം നോബൽ പ്രൈസ് പുസ്തകങ്ങൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് നയിക്കുന്ന ഒരു എന്തായിരിക്കും പ്രധാന ഘടകം എന്താണ് അവര് ചെയ്യുന്നത്? എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചരിത്രത്തിലെ എല്ലാ നോവലുകാരെയും വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ വായിച്ചിട്ടുള്ള നോവലുകാരും ഇതുവരെ എന്നെ ഞെട്ടിക്കാതിരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവർ സൃഷ്ടിക്കുന്ന ഒരു ലോകത്തിന് വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. അവർ പറയുന്ന രീതിയിലും അവരുടേതായ ഒരു വ്യക്തിമുദ്രയുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വായിച്ച അവസാനത്തെ ആൾക്കാരെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് പാമുക്കിന്റെ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമുക്കിന് മാത്രമേ പാമുക്കിനെ പോലെ എഴുതാൻ പറ്റുള്ളൂ. ഹാൻ കാങ്ങിന്റെ എഴുത്ത് ഹാൻ കാങ്ങിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ആനി എർണോ എന്ന് പറയുന്ന എന്താ പറയുന്നത് ഒരു സെൽഫ് ടോർച്ചറിന്റെ കാലങ്ങളും അവര് കടന്നുപോയ ഇരുണ്ട അധ്യായങ്ങളും അവരെ പോലെ അല്ലാതെ ആർക്കും എഴുതാൻ പറ്റുക? യു കാനോട്ട് ഫൈൻഡ് എ പാരലൽ അല്ലെ? ഇപ്പം ഞാൻ ലാസ്ലോയുടെ കാര്യം സരമാവോ ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും ഇമ്മീഡിയറ്റ്ലി വായിച്ച അഷ്റഫ് പറഞ്ഞു ഇല്ല, അവർ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പം എന്ന് പറഞ്ഞവർ ഇവരെല്ലാം വ്യക്തിപരമായി ഇവരുടേതായ ഒരു തനതായ ശൈലിയുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, ഇന്ത്യയിൽ നിന്ന് രവീന്ദ്രനാഥ് ടാഗോർ ഇത്രയോ വർഷങ്ങളോ ദശാബ്ദങ്ങളോ കഴിഞ്ഞു. ഇന്ന് ഞാൻ 2 വർഷം മുമ്പ് കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ കൽക്കത്തയിലെ തെരുവുകളിൽ കൂടി പോകുമ്പോഴും രവീന്ദ്ര സംഗീതിന്റെ ബ്യൂട്ടി, ഒരു ദിവസം രാവിലെ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ കൽക്കട്ടയിൽ രവീന്ദ്ര സംഗീതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇന്നേ വരെ കേൾക്കാത്തതാണെങ്കിലും നമുക്ക് അവിടെ നടക്കുമ്പോൾ, ആ ഗലികളിൽ നടക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് എന്ന് ചോദിക്കാം, ഇത് രവീന്ദ്ര സംഗീത് അല്ലേ? അവർ എന്ത് അഭിമാനമാണെന്നറിയോ? അപ്പൊ ദേ സെറ്റ് എ വേൾഡ് വിച്ച് ഇസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ റൺ ഓഫ് ദ മിൽ എന്നാണ് എന്റെ ഫീലിംഗ്. എന്താ അഷ്റഫിന് എന്താ തോന്നിയിരിക്കുന്നത് നോബൽ വിജയികളെ കുറിച്ച്? എനിക്ക് തോന്നുന്നു ഈ ഒരു ആദർശ ഒരു ദിശ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആദർശപരമായിട്ടുള്ള ഒരു ഇത് വേണമെന്നുള്ളത്. ആ സാഹിത്യത്തിന്റെ ഒരു മൂല്യബോധം ഉണ്ടായിരിക്കണം. അതായത് അതിന്റെ ഒരു ഗുണനിലവാരം അതിനുണ്ടായിരിക്കണം. പിന്നെ മനുഷ്യന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിന്തകളും അതുപോലെ തന്നെ ചിന്തകളെയും ആത്മാവിനെയും ഭാഷയെയും ഉണർത്താൻ കഴിയുന്ന ഒരു രീതിയിലുള്ള രചനകളായിരിക്കണം. ഈ സാഹിത്യത്തിന്റെ ഗുണനിലവാരം നമ്മൾ പറയുമ്പോൾ പിന്നെ അതിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ശൈലി, പിന്നെ അതേപോലെ തന്നെ ഭാഷയുടെ ഒരു നവീനത, ആഖ്യാന രീതികള്, കഥാപാത്രങ്ങളുടെ ഒരു ആഴം, അതിന്റെ ഒരു രൂപകൽപ്പന, ഇതൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വ്യതിരക്തമായിട്ട് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് കൂടുന്നത്, അതിന്റെ ഒരു സൗന്ദര്യം വല്ലാതായിട്ട് കൂടുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് വഴി തെളിയിക്കുന്നത്. അല്ല, അത് നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വായിച്ച നോബൽ ലോററ്റ്സ് ആരും അൺഡിസർവിംഗ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അതിനകത്ത് അവരുടേതായ ഒരു വ്യക്തിമുദ്ര ഡെഫിനറ്റ്ലി അവർ പതിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നാടിന്റെ, അവരുടെ സംസ്കാരത്തിന്റെ, അവർ കടന്നു വന്ന വഴികളുടെ ഒരു ഡെഫിനിറ്റ് വ്യക്തിമുദ്ര അവരുടെ ഓരോരുത്തരുടെയും എഴുത്തിലുണ്ട്. ഇപ്പൊ ഞാൻ ലാസ്ലോ വായിക്കുന്നതിന് മുമ്പേ ലാസ്ലോ കടന്നുപോയ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ വായിച്ചെടുത്ത ഒരാൾ എന്നുള്ള മട്ടിൽ ഐ എം ഷുവർ he deserves it for the pain he's taken and he's dedicated his life to this അല്ലെ? അത് അവരുടേതായ രീതിയിൽ എഴുത്തിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച ആൾക്കാരാണ്. അവരാരും ഒരു പാർട്ട് ടൈം എഴുത്തുകാരോ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിൽ എഴുതുന്ന ആരും ഈ ലിസ്റ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, ശരി. ഡോക്ടർ പുസ്തകങ്ങള് ഞാൻ എഴുതാറില്ല. ഞാൻ എഴുതാറില്ല. ഞാൻ ഈ ചുമ്മാ ഫേസ്ബുക്കിലൊക്കെ കൊച്ചു കുറിപ്പുകളൊക്കെ ഇടുമെന്നല്ലാതെ എനിക്ക് ഭയങ്കരമായ കോംപ്ലക്സ് ആണ്. ഞാൻ വായിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഗ്രാൻഡ്യൂറും അവരുടെ ലാംഗ്വേജിലുള്ള കമാൻഡും ഒക്കെ കാണുമ്പോൾ പലരും എന്നോട് പറയും ഇനി എഴുതണം എന്നൊക്കെ. ഞാൻ പറയേ, അത് നിങ്ങൾ നല്ല എഴുത്തുകാരെ വായിക്കാത്ത. കോമൺ ആയിട്ട് എനിക്ക് തോന്നിയത് ഫാമിലി ആയിട്ട് ബുക്സ് വായിക്കണമെന്നുള്ളൊരു സംഭവം, അത് ഡോക്ടറും കുട്ടികളും ജീന ഡോക്ടറും
ഒരുമിച്ച് പുസ്തകങ്ങൾ വായിക്കുകയും കഥ പറയുകയും ഷെയർ ചെയ്യുകയും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോ അഷ്റഫ് ജിയെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് പുസ്തകം വായിക്കുന്ന കാര്യം പറഞ്ഞത്. അതൊരു രസമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോ മേ ബി അത് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇതില് ഈ അദ്ദേഹം അരുന്ധതിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ അരുന്ധതിയുടെ ഡോക്ടറുടെ ഒരു ടോക്ക് ഓഫ് ദ റെക്കോർഡ് പറയാണ് നമ്മുടെ ചാനലില് ഡോക്ടർ മദർ മേരി കംസ് ടു യുവിനെ കുറിച്ചൊരു ആസ്വാദന സംഭാഷണമുണ്ട്. തീർച്ചയായിട്ടും ആയിരുന്നു. അപ്പം അദ്ദേഹം കൂടിക്കാഴ്ചയിൽ കേരളത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ അരുന്ധതിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ ഏത് പുസ്തകം എന്നുള്ളത് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. ഏതൊരു നോവലില് ഇന്ത്യയുടെ കാഴ്ചകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിപ്പോ ശരിക്കും വിട്ടുപോയി. അതിന്റെ ഇടയിൽ വാരാണസിയെ കുറിച്ച് അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്, ചെറിയൊരു കഥ. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി, പക്ഷെ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രഭാഷണത്തിന് വേണ്ടി. വാരാണസിയിലെ കാഴ്ചകളെ കുറിച്ച് അദ്ദേഹം ഒരു ചെറുകഥ പോലെ എഴുതിയിട്ടുണ്ട്. കുറച്ചു കാലം ലഡാക്കിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് അവിടെ. പുള്ളി ശരിക്കും ഒരു ലോൺലി ട്രാവലർ ആണ്. പുള്ളി പോകാത്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ പലയിടത്തും പുള്ളി താമസിച്ചായിട്ട് കുറിപ്പുകളുണ്ട്. ഇനിയും ഇതുപോലെ ഉള്ള മീറ്റിംഗ്സ് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.